ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് അവർ ട്രാവൽ സീരീസ്. ഇപ്രാവശ്യം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന നമ്മുടെ ഒട്ടുമിക്ക എല്ലാവരുടെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കൺട്രിയാണ്. കപ്പിൾസിന് അതും ഹണിമൂൺ ഡെസ്റ്റിനേഷനായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്നൊരു ഓപ്ഷൻ ആയിരിക്കും മാൽദീവ്സ്. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് അഫോർഡബിൾ ആയിട്ടും അൾട്രാ ലക്ഷറി എന്ന രീതിയിൽ നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ കൊച്ചിയിൽ നിന്ന് ഇൻഡിഗോ ഫ്ലൈറ്റ് വഴിയാണ് മാലിയിലോട്ട് എത്തിയത്. ഏകദേശം 1100 മേലെ കോറൽ ഐലൻഡ്സ് ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണിത്. അങ്ങനെ ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ മാലിയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിനൊരു വിസ ഫ്രീ കൺട്രി ആണെങ്കിൽ കൂടിയും നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് ക്യാരി ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഈ വീഡിയോൻ്റെ അവസാനം നമ്മൾ എന്തായാലും ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എയർപോർട്ടിൽ നിന്നുള്ള പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് നമുക്ക് ഏകദേശം 20 മിനിറ്റ് കൊണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സിമ്മ് വേണ്ട ആളുകൾ അതിൻ്റെ കൗണ്ടറിൽ പോയിട്ട് അത് അറേഞ്ച് ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ ഹോട്ടൽസിനും ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കൗണ്ടേഴ്സ് ഉണ്ടാവും. അവിടെ പോയി നമ്മളെ ബുക്കിംഗ് വൗച്ചർ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ അവർ അറേഞ്ച് ചെയ്ത് തരും. 2 ഓപ്ഷൻസ് ആണുള്ളത്, ഒന്ന് ബോട്ട് വഴിയും പിന്നൊന്ന് സീപ്ലെയിൻ വഴിയും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് ഈ സ്പീഡ് ബോട്ടിനൊക്കെ ഓരോ ടൈമിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ടൈമിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസിനെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മാൽഡീവ്സിൽ വരുന്നവർ മസ്റ്റായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് വാട്ടർ വില്ല സ്റ്റേ. ഓരോ ഐലൻഡിലും പല പ്രോപ്പർട്ടീസ് ഉണ്ട്. ഞങ്ങൾ ചൂസ് ചെയ്തത് വാദു ഐലൻഡിലെ അദാറൻ പ്രസ്റ്റീജ് ആണ്. അങ്ങനെ ഐലൻഡിലെത്തിയതും ഒരു വാം വെൽക്കം ഒക്കെ കിട്ടി. നമ്മളിനി ഇവിടുത്തെ ലോഞ്ചിലോട്ട് പോവാണ്. വെൽക്കം ഡ്രിങ്കും കുടിച്ച് ഇതിൻ്റെ മേലത്തെ ഡെക്ക് പോയിട്ട് നമ്മൾ ആ ഒരു 360 വ്യൂ എൻജോയ് ചെയ്യണം. രണ്ട് മണിക്കായിരുന്നു ചെക്ക് ഇൻ ടൈം. ചെക്ക് ഇൻ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ വാട്ടർ വില്ലയിലോട്ട് കൊണ്ടുപോവുകയാണ്. ഐലൻഡിലുള്ള ആക്ടിവിറ്റീസും ഇവിടുത്തെ ഫെസിലിറ്റീസിൻ്റെ ഒക്കെ ഒരു ബ്രീഫ് ഇവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ വാട്ടർ വില്ല കാണാം. അങ്ങനെ നമ്മൾ ഈ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു. ഫുൾ ബോർഡ് മീൽ പ്ലാനാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഇവിടുത്തെ ഫുഡിൻ്റെ പ്രസൻറ്റേഷൻ, ക്വാളിറ്റി, ടേസ്റ്റ് എല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വില്ലയിലോട്ട് നടന്നു പോവാണ്. ഈ വാട്ടർ വില്ലയിൽ നമുക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ വെള്ളത്തിലോട്ടുള്ള ആക്സസ്. അതിന് വേണ്ടിയിട്ടുള്ള ലൈഫ് ജാക്കറ്റും മറ്റു കാര്യങ്ങളും നമ്മുടെ റൂമിൽ അവൈലബിൾ ആയിരുന്നു. നമുക്കിതുപോലെ ഇറങ്ങിയിട്ട് ഇഷ്ടത്തിനനുസരിച്ച് ചാടി കുളിക്കാം. ഞങ്ങൾ ഇനി വാദു ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെയാണ് ഞങ്ങളിവിടെ ഫ്രീ ആയിട്ട് സ്നോർക്ലിംഗ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് അറിയുന്നത്. നമ്മൾ വാട്ടർ വില്ല സ്റ്റേയിൻ്റെ ഭാഗമായിട്ട് ആക്ടിവിറ്റീസ് ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ട്രൈ ചെയ്തു. ഗൈഡിന് ആവശ്യമുണ്ടെങ്കിൽ അതിന് അവർ ഒരു ചാർജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്നോർക്ലിംഗ് ചെയ്തപ്പോൾ വിചാരിക്കാണ്ട് ഷാർക്കിനെ വരെ കണ്ടിട്ടോ. ഇവിടുത്തെ ബീച്ചസിൽ വെറുതെ ഇങ്ങനെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു. അങ്ങനെ നമ്മൾ റൂം പോയിട്ട് ഫ്രഷ് ആയിട്ട് ഇനി ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. വളരെ വൈബുള്ളൊരു ഡിന്നറായിരുന്നു. ലൈവിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അടിപൊളി ഫുഡൊക്കെ ആയിട്ട്.
പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ റിസോർട്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളെ ഏജൻറ്റിൻ്റെ അടുത്തോ പ്രീ ബുക്ക് ചെയ്തിട്ട് വരേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കുക. കാരണം ഇവിടെ ഒരു ജപ്പനീസ് ക്യൂസീൻ ഉണ്ടായിരുന്നു, പക്ഷേ അതിന് പ്രീ ബുക്കിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഡിന്നർ കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ഒരു DJ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ ഡാർട്ടിങ് കളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. നമ്മളെ വാട്ടർ വീലിൻ്റെ താഴത്തോട്ട് ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഡിന്നർ കഴിച്ച് റൂമിലെത്തിയപ്പോഴത്തേക്കും അവർ കേക്കൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ഡേ 1 അടിപൊളിയായിട്ട് ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ നമ്മളെ മാൽദീവ്സിലെ സെക്കൻഡ് ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളിന്ന് നേരത്തെ തന്നെ എണീച്ചിട്ട് സൺറൈസ് കാണാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. കാരണം നമ്മളെ വില്ല എന്ന് പറയുന്നത് ഒരു സൺറൈസ് വ്യൂ ഉള്ള വില്ലയാണ്. അങ്ങനെ സൺറൈസിന് ശേഷം നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഇവിടുത്തെ ഫുഡ് എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം അത്രയും അടിപൊളി ടേസ്റ്റും അറ്റ് ദ സെയിം ടൈം ഇവർ സെർവ് ചെയ്യുന്ന രീതിയും ഭയങ്കര രസമാണ്. സ്റ്റാർട്ടർ, മെയിൻ കോഴ്സ്, ഡ്രിങ്ക്സ്, ഡെസേർട്ട് അങ്ങനെ ഓർഡറിൽ അവർ കൊണ്ടുവന്ന് തരുകയും ചെയ്യും. അതും അവരുടെ പോർഷൻ സൈസ് നല്ല കറക്റ്റ് അളവിലാണ്. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ തിരിച്ച് വാട്ടർ വില്ലിൽ അവർ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ വാട്ടർ വില്ല സ്റ്റേൻ്റെ ലാസ്റ്റ് ഫ്യൂ മൊമെന്റ്സ് നമ്മൾ അടിപൊളിയായിട്ട് ആസ്വദിച്ചു. മാൽഡീവ്സ് ആക്ച്വലി നമ്മൾ വീഡിയോസിൽ കാണുന്നതിനേക്കാളും എത്രയോ മടങ്ങ് ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ നേരിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ. അങ്ങനെ നമ്മൾ ഇനി ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്ക് ആക്ച്വലി ഇവിടുന്ന് പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. വളരെ പീസ്ഫുൾ ആയിട്ടും ലക്ഷറിയസ് ആയിട്ടും അടിപൊളി ഫുഡും അതായിരുന്നു നമുക്ക് വാദു ഐലൻഡിൽ വെച്ച് കിട്ടിയിട്ടിരുന്നത്. ആക്ച്വലി നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മുടെ ബോട്ടിന് ടൈമിങ് നമ്മൾ നോക്കി വെക്കണം. കാരണം എന്തെങ്കിലും തരത്തിൽ ബോട്ട് ഡിലേ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ആക്ടിവിറ്റീസിനൊക്കെ അത് ബാധിക്കും. ഇനി നമ്മൾ പോകാൻ പോകുന്നത് മാഫൂഷി എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡിലോട്ടാണ്. അവിടെയാണ് നമുക്ക് ഫിഷിങ്ങും ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഉള്ളത്. നമ്മളെ ബോട്ടിന് വേണ്ടിയിട്ട് ലോഞ്ചിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി ആയിട്ട് നമ്മൾ വാദു ഐലൻഡിനോട് വിട പറയാൻ പോവുകയാണ്. ഇനി നമുക്ക് എൻ്റർടൈനിങ് വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള എക്സൈറ്റ്മെൻറ്റോടുകൂടി ഞങ്ങൾ മാഫൂഷി ഐലൻഡിലോട്ടുള്ള യാത്ര തുടരുകയാണ്. മാഫൂഷി ഐലൻഡിൽ എത്തിയപ്പോൾ നമുക്ക് മാൽഡീവ്സിൻ്റെ കംപ്ലീറ്റ് ഡിഫറെൻറ്റ് പിക്ചറാണ് കേട്ടോ കിട്ടിയത്. ഇതൊരു പബ്ലിക് ഐലൻഡ് ബീച്ച് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു. യൂഷ്വലി ടൂറിസ്റ്റുകൾ വാട്ടർ വില്ല സ്റ്റേയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ടാണ് വരാറ്. കാരണം പ്രൈവറ്റ് ഐലൻഡ് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ചുകൂടി അഫോർഡബിൾ ആണ് ആക്ടിവിറ്റീസ് ചെയ്യാൻ. അങ്ങനെ നമ്മളിനി നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ഷേ ഇവിടുത്തെ ഫുഡ് കഴിച്ചപ്പോൾ നമുക്ക് ആക്ച്വലി ടേസ്റ്റിലും ക്വാളിറ്റിയിലൊക്കെ ഒരുപാട് ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തോന്നാനുള്ള കാരണം ഒരുപക്ഷെ നമ്മൾ 5 സ്റ്റാർ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നുകൊണ്ടായിരിക്കണം. അങ്ങനെ ലഞ്ചും കഴിച്ച് നമ്മുടെ ചെക്ക് ഇൻ പ്രോസസ്സെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂം കാണാൻ വേണ്ടി പോവുകയാണ്. റൂമിൽ അവർ ഹണിമൂൺ ഡെക്കറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സീ വ്യൂ റൂമാണ് ചൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ബാൽക്കണിത്തെ വ്യൂ
ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മളെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാൻ പോവുകയാണ്. ഫസ്റ്റത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷിംഗ് ആണ്. നമ്മുടെ ബോട്ട് വന്നു, എന്നിട്ട് ഉള്ളിലെ കടലിലോട്ട് പോയിട്ട് അവിടെ വെച്ചിട്ടാണ് നമുക്ക് ഫിഷിങ്. നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റ് കണ്ടുകൊണ്ടിട്ടാണ് ഞങ്ങൾക്ക് ഫിഷിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. നമ്മൾ ഫിഷ് ചെയ്തപ്പോൾ മീനുകൾ വന്നിട്ട് ഇര കൊത്തിക്കൊണ്ടുപോയല്ലാണ്ട് നമുക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളെ കൂടെ വന്ന അവരുടെ ആൾക്കാർ ഒരുപാട് മീനെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ മീനൊന്നും കിട്ടാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നമുക്കൊരു അടിപൊളി വ്യൂ കിട്ടിയത്. അവിടെ ദൂരെ ആ ഒരു ഏരിയയിൽ മാത്രമായിട്ട് മഴ ചെയ്തുകൊണ്ട് കാണാം. തൊട്ടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റും കാണാം. പൊല്യൂഷനൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കണം നമുക്ക് നല്ല അടിപൊളി സ്റ്റാർ ഗേസിംഗ് ഒക്കെ രാത്രിയായപ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നത്തെ ഡിന്നർ നമുക്ക് ഫിഷിങ്ങിന് പോയപ്പോൾ കിട്ടിയ ഫിഷസ് തന്നെയാണ്. ഇനി നമ്മൾ റൂം പോകുന്നതിന് മുന്നേ മാഫൂഷി ഒരു നൈറ്റ് വാക്കിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. നമുക്ക് 1-2 സൊവനീറും ഒക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് റൂമിലോട്ട് പോകണം. റൂമിലെത്തിയപ്പോഴേക്കും അവർ നമുക്ക് വേണ്ടിയിട്ട് കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ഡേ ഇവിടെ അവസാനിക്കുകയാണ്. ഒരു കോഫിയൊക്കെ ഇട്ട് ബ്യൂട്ടിഫുൾ സൺറൈസും കണ്ടിട്ടാണ് നമ്മൾ ഡേ 3 ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നാണ് നമ്മുടെ എല്ലാ വാട്ടർ ആക്ടിവിറ്റീസും ചെയ്യാൻ പോകുന്നത്. എക്സ്കർഷൻ കൗണ്ടറിൽ പോയിട്ട് നമ്മുടെ പേരുകൾ ഉണ്ടോയെന്ന് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യണം. എന്നിട്ട് ഏത് ടൈം സ്ലോട്ടാണോ അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ആവണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മുടെ ടൈം സ്ലോട്ടിനനുസരിച്ച് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം നമ്മൾ സ്നോർക്കലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ആക്ച്വലി നമുക്ക് 2 സ്നോർക്കലിംഗ് പോയിന്റ്സ് വരുന്നുണ്ട്. അതിൽ ഒന്ന് കുറച്ച് ഡെപ്ത് ഉള്ള ഒരു ഏരിയയും രണ്ടാമത് കുറച്ച് കോറൽസും ടേർട്ടിലൊക്കെ ഉള്ളൊരു ഏരിയയും. മാൽദീവ്സിലെ ആ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിൽ സ്നോർക്കലിംഗ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മൾ ഒരുപാട് ഭംഗിയുള്ള മീനുകൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവരൊരു ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് ആ ഒരു ഏരിയയിൽ ഒരുപാട് മീനുകൾ വന്ന് കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെറിയ 1-2 ഷാർക്കുകളെയും കണ്ടു. 2 സ്ഥലത്ത് നമുക്ക് നിർത്തി തന്നിട്ടുണ്ടായിരുന്നു സ്നോർക്കലിംഗ് ചെയ്യാൻ. അതിലൊരു സ്ഥലത്ത് നമുക്ക് ടേർട്ടിൽസിനെ സ്പോട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരുന്നു. അതിനുശേഷം നമ്മൾ സാൻഡ് ബാങ്കിലോട്ടാണ് കൊണ്ടുവന്നത്. ഇവിടെയാണ് നമുക്ക് അവർ ലഞ്ച് സെർവ് ചെയ്തത്. നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ തിരിച്ച് മാഫൂഷി ഐലൻഡിൽ എത്തിയിട്ട് ഇനി ഇവിടെ നിന്ന് നമ്മൾ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാൻ പോവാണ്. മഫൂഷി ഐലൻഡിൽ വാട്ടർ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് കൗണ്ടേഴ്സ് നമുക്ക് കാണാൻ കഴിയും. നമ്മളതിൽ ഓരോ കൗണ്ടറിലും കയറി ബാർഗെയിൻ ചെയ്തിട്ട് ഫൈനലായിട്ട് $100 നമ്മൾ പാക്കേജ് എടുത്തത്. ഈ പാക്കേജിൽ നമുക്ക് മെയിനായിട്ട് 4 കപ്പിൾ ആക്ടിവിറ്റീസാണ് ഉണ്ടായിരുന്നത്. ഒന്ന് പാരാസീലിംഗ്, ജെറ്റ് സ്കീയിങ്, ഫൺ ട്യൂബ് ആൻഡ് കയാക്കിങ്. നമ്മൾ പോയത് ആക്ച്വലി റെയിനി സീസണിലായിരുന്നെങ്കിലും മഴ കൊണ്ട് നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടുണ്ടായിരുന്നില്ല. റെയിനി സീസൺ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വാട്ടർ ആക്ടിവിറ്റീസ് ഒന്നും പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആക്ടിവിറ്റീസും കഴിഞ്ഞ് റൂം പോയി ഫ്രഷായി നമ്മൾ നേരെ പോകുന്നത് ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിലോട്ടാണ്. നിങ്ങൾ കപ്പിളായിട്ടാണ് മാൽദീവ്സിലോട്ട് പോകുന്നതെങ്കിൽ ഒരു നൈറ്റ് നിങ്ങൾ എന്തായാലും ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എക്സ്പീരിയൻസ് ചെയ്യാം. അങ്ങനെ മാൽഡീവ്സിലെ ലാസ്റ്റ് നൈറ്റ് നമ്മൾ ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ട് എൻഡ് ചെയ്തിരിക്കുകയാണ്. ഒരു ബ്രെത്ത് ടേക്കിംഗ് സൺറൈസ് കണ്ടുകൊണ്ട് നമ്മളെ മാൽഡീവ്സിലെ ലാസ്റ്റ് ഡേ ആണിന്ന്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടുത്തെ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് പുറത്തോട്ട് പോവുകയാണ്. നമ്മുടെ 2 ഐലൻഡ്സും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. ആദ്യത്തേത് ഒരു പ്രൈവറ്റ് ഐലൻഡ് ആയിരുന്നെങ്കിൽ ഇപ്പം മാഫൂഷി എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഐലൻഡാണ്. നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ ഏറ്റവും നല്ലത് മാഫൂഷി ഐലൻഡാണ്. പിന്നെ നിങ്ങൾക്ക്
സോവനിയേഴ്സ് വാങ്ങാൻ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഹോട്ടലിന് തൊട്ട് താഴെ തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ നൈറ്റ് വാക്കിന് ഇറങ്ങിയപ്പോൾ കുറേ ഷോപ്സ് അടുപ്പിച്ചിട്ട് തന്നെ സോവനിയേഴ്സ് സെല് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലൈമറ്റ് കുറച്ച് ക്ലൗഡിയാണ്. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിൽ പോകാൻ വേണ്ടി ബോട്ട് കയറാൻ പോവാണ്. ഇന്നലെ പറഞ്ഞ പോലെ വാട്ടർ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന പല കൗണ്ടേഴ്സാണ് നമ്മൾ ഈ കാണുന്നത്. ഞങ്ങൾ ചെയ്ത ആക്ടിവിറ്റീസ് കൂടാണ്ട് കുറേ വാട്ടർ ആക്ടിവിറ്റീസ് അഡീഷണലി പ്രൊവൈഡ് ചെയ്യുന്ന കൗണ്ടേഴ്സ് ഉണ്ട്. ലൈക്ക് സ്വിമ്മിങ് വിത്ത് ഷാർക്സ്, ഡോൾഫിൻസ്, അങ്ങനെയൊക്കെ. ബാനി എന്ന് പറഞ്ഞിട്ടുള്ള ഈ കൗണ്ടറിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് മാൽദീവ്സിലോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആവശ്യമുള്ള ഡോക്യുമെൻസും നോക്കാം. ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ടിന് അറ്റ്ലീസ്റ്റ് 1 month വാലിഡിറ്റി ഉണ്ടെന്നുള്ള ഉറപ്പുവരുത്തണം. നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടലിൻ്റെ വൗച്ചേഴ്സും നമ്മൾ കയ്യിൽ കരുതുക. ഇൻ കേസ് എയർപോർട്ടിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നമ്മളവിടെ പ്രസൻറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ റിട്ടേൺ എയർ ടിക്കറ്റും കയ്യിൽ വെക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മാൽദീവ്സിൻ്റെ ഇമിഗ്രേഷൻ സൈറ്റിൽ കയറിയിട്ട് ഐമുഖ QR കോഡ് നമ്മൾ കയ്യിൽ കരുതണം. നമ്മൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം നമ്മൾ ഡീറ്റെയിൽസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ QR കോഡ് കിട്ടും. അത് നമ്മൾ റിട്ടേൺ വരുമ്പം അതും സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് വെക്കണം. ഇനി നമ്മൾ ക്യാഷ് ആയിട്ട് ഒരു $100 പെർ ഹെഡ് കയ്യിൽ വെക്കണം. അതിന് പകരമായിട്ട് ക്രെഡിറ്റ് കാർഡ് വെച്ചാലും മതി. പക്ഷെ ഞങ്ങൾ ക്യാഷ് ആയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ചില സ്റ്റോറിൽ ഒരു പക്ഷേ ക്രെഡിറ്റ് കാർഡ് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അതുകൊണ്ടായിരുന്നു ഞങ്ങൾ ക്യാഷ് ഡോളേഴ്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മുടെ പാക്കേജിൽ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് അല്ലെങ്കിൽ നമുക്ക് അതിനോ അല്ലെങ്കിൽ സൊവനീഴ്സ് വാങ്ങിക്കാനോ വേണ്ടി അത് യൂസ് ചെയ്യാനും പറ്റും. അങ്ങനെ ഇതാ നമ്മൾ എയർപോർട്ടിലോട്ട് പോവാണ്. ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാവാം നമ്മൾ കാലാവസ്ഥ കാരണം നമുക്ക് യാത്രയിൽ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. നമ്മൾ തിരിച്ചു പോകുമ്പോഴാണ് ഭയങ്കര ഹെവി റെയിൻ പെയ്യാൻ തുടങ്ങിയതും. ഒരു സ്പീഡ് ബോട്ടിൽ ഉൾക്കടലിൽ മഴ എക്സ്പീരിയൻസ് ചെയ്യാൻ വേറെ തന്നെ ഒരു രസമായിരുന്നു. അങ്ങനെ മഴ ആസ്വദിക്കുന്നതിനിടയിലാണ് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ നല്ല ക്ലിപ്സ് കിട്ടിയത്. ഞാൻ ലൈഫിൽ ഫസ്റ്റായിട്ടാണ് ഇത്രയും വലിയ റെയിൻബോ കാണുന്നത്. ഒരു ഭാഗത്ത് മാത്രം മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഖത്തർ എയർവേസിൻ്റെ ആ ഫ്ലൈറ്റ് വരുന്നത് കാണാൻ പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. മാൽഡീവ്സ് എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും വരാൻ തോന്നുന്ന ഒരു രാജ്യമായിരിക്കും. കാരണം നമ്മുടെ ആ ഒരു ബിസി ലൈഫിൽ നിന്ന് നമുക്കൊന്ന് റിലാക്സ് ചെയ്യണം എന്ന് തോന്നുമ്പോൾ നമ്മളുടെ മനസ്സിലോട്ട് ആദ്യം വരുന്നൊരു കൺട്രിയാണ് മാൽഡീവ്സ്. ഈ യാത്രയിൽ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. അങ്ങനെ ഒരുപാട് മെമ്മറീസായി നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ വെച്ച്